എന്ത് കാര്യം പറഞ്ഞാലും എനിക്കത് ചെയ്യാൻ സമയം കിട്ടിയില്ല, എനിക്കവിടെ പോകാൻ സമയം കിട്ടിയില്ല, എനിക്ക് എക്സർസൈസ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അങ്ങനെ എന്ത് പറഞ്ഞാലും സമയമില്ല, സമയമില്ല, സമയമില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? അപ്പൊ ഈ സമയമില്ല, സമയമില്ല എന്ന് കംപ്ലയിന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അവർക്ക് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു 4, 5 മെത്തേഡ്സ് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത് അല്ലേ? വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർക്ക് 24 മണിക്കൂറാണ്, സാധാരണക്കാർക്ക് 24 മണിക്കൂറാണ്, എല്ലാവർക്കും 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിനെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ടൈം ബ്ലോക്കിംഗ് പല രീതികളുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ക്ലാസിക് ടൈം ബ്ലോക്കിംഗ് ആണ്. ക്ലാസിക് ടൈം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ഡെയിലി പ്ലാനർ എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുക. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന കാര്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന കാര്യം ചെയ്യും എന്ന് പറയുന്നതാണ് ക്ലാസിക് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. അതൊരു രീതി. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ടാസ്ക് ടാസ്ക് ബ്ലോക്കിംഗ് എന്ന് പറയും. ടാസ്ക് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എനിക്ക് എന്തെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അലോട്ട് ചെയ്ത ടൈം ഇത്രയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും അസൈൻമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ, എൻ്റെ ഓഫീസ് വർക്ക് ഇത്ര തൊട്ട് ഇത്ര മണി വരെ. അങ്ങനെ കൊണ്ട് നമ്മുടെ ടാസ്ക് അനുസരിച്ചിട്ട് നമ്മൾ ടൈമിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ടാസ്ക് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത രീതി എന്ന് പറയുന്നത് തീം ബ്ലോക്കിംഗ് ആണ്. തീം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എനിക്ക് ഏറ്റവും നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു കാര്യം തീം ബ്ലോക്കിംഗ് ആണ്. അതായത് ഇപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം ഫുള്ള് എൻ്റെ കണ്ടന്റ് ക്രിയേഷന്റെ ഡേ ആണ്. നാളെ ചിലപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിന്റെ നോട്ട്സ് ഉണ്ടാക്കുന്ന ഡേ ആയിരിക്കും. അപ്പോൾ അതെനിക്ക് നോട്ട് മേക്കിംഗ് ഡേ ആണ്. അടുത്ത ദിവസം എന്ന് പറയുന്നത് എഡിറ്റിംഗ് ഡേ ആയിരിക്കും. അപ്പൊ അങ്ങനെ എൻ്റെ ഡ്യൂട്ടിയുടെ അനുസരിച്ചിട്ട് ഞാൻ തീംസ് ഉണ്ടാക്കി അതിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് തീം ബ്ലോക്കിംഗ് ഡേ എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തീം ബ്ലോക്കിംഗ് ആണ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അത് നമുക്ക് ഈ പറയുന്ന മാതിരി ഇത്ര അരമണിക്കൂറിനുള്ളിലൊന്നും തീരത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തീം ബ്ലോക്കിംഗ് ആണ് ചേരുന്നത്. പിന്നെ അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് പിന്നെ ഈ നമ്മുടെ ടൈം ബോക്സിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ഇത്ര തൊട്ട് ഇത്ര മണി വരെ ഈ ടാസ്ക് ചെയ്തു കഴിഞ്ഞിട്ട് അത് തീർന്നാലും തീർന്നില്ലെങ്കിലും തീർന്നിടത്തോളം മതി, അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ടാസ്കിലോട്ട് കിടക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈമിനെ മാനേജ് ചെയ്യുന്നതാണ് ടൈം ബോക്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കിപ്പോ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ ഞാൻ 5 തൊട്ട് 5:30 വരെ എഴുതി 5:30ക്ക് അപ്പുറത്തേക്ക് ഞാൻ ആ പണി ചെയ്യത്തില്ല എന്ന് പറയുന്നതാണ് ടൈം ബോക്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പെമോഡോറോ ടെക്നിക്കാണ്. പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ വളരെ ഫേമസ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം നമ്മൾ ഒരു 20 മിനിറ്റ് നമ്മൾ ജോലി ചെയ്യുന്നു, ഫോക്കസ് ചെയ്തിട്ട് ജോലി ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു കുറച്ച് ബ്രേക്ക് എടുക്കുന്നു. ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരമൊന്നുമല്ല, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. പിന്നെ നമ്മൾ 20 മിനിറ്റ് ജോലി ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഒരു 4 സർക്കിൾ കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ ബ്രേക്ക് എടുക്കുന്നു. അതിനെയാണ് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു മെത്തേഡ്സ് കൂടെ ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ടൈമിനെ നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റും. ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല എഫക്റ്റീവ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ ടു ഡു ലിസ്റ്റ് ഒക്കെ തുടക്കത്തിൽ എഴുതുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എഴുതി വയ്ക്കും. അതൊന്നും എല്ലാം ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതിന് പറ്റുന്ന ഒരു മെത്തേഡാണ് 4D മെത്തേഡ് എന്ന് പറയുന്നത്. 4D മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു, ഡിലേ, ഡെലിഗേറ്റ് ആൻഡ് ഡിലീറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ടു ഡൂവിൽ എഴുതുക. നമ്മളെല്ലാം എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഡു എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ അടുത്ത് പറയുന്നത് ഡിലേ. ഇപ്പൊ നമ്മൾ ഇന്ന് തന്നെ ചെയ്തില്ല, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് ഡിലേയിലോട്ട് മാറ്റാം. പിന്നെ ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തന്നെ ചെയ്യണം നിർബന്ധമില്ല, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ഡെലിഗേറ്റ് ആണ്. പിന്നെ അടുത്ത ഡിലീറ്റ്. നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ഈ പറയുന്നതാണ് 4D മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ സമയത്തിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. ഇനി ആരും സമയമില്ല സമയമില്ല എന്ന് പറയുന്ന പരാതി പറയരുത്. സമയമില്ല എന്ന് പരാതി പറയുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക.